ഹായ് എവരിവൺ. നമുക്കിന്ന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തെക്കുറിച്ച് നോക്കിയാലോ. ശരീരത്തിൽ കുറേ അവയവങ്ങളുണ്ട് അല്ലേ. ഹാർട്ട് ഉണ്ട്, കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ട്, ലങ്സ് ഉണ്ട്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഓർഗൻസ് ആണ്. ഓരോന്നിൻ്റെയും അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസും നമുക്കറിയാം അല്ലേ. നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് ഏറ്റവും അധികം പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഹാർട്ട്. അതുപോലെ തന്നെ നമുക്ക് ശ്വാസം നിലനിൽക്കാനായിട്ട് ശ്വാസം ആവശ്യമാണല്ലേ, ശ്വാസം എടുക്കണം. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് നമുക്ക് കാണിക്കുന്നത് ആരായിരിക്കും? ലങ്സ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ശരീരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് മാലിന്യങ്ങൾ പുറത്തോട്ട് തള്ളാനായിട്ട് സഹായിക്കുന്ന ഒരവയവമാണ് കിഡ്നി. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഓക്കെ. അപ്പോൾ കിഡ്നി എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യ ശരീരത്തിൽ 2 കിഡ്നിയാണ് ഉള്ളത്. അതായത് 1 പെയർ ഓഫ് കിഡ്നീസ് ആണ് ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തിലായിട്ടുള്ളത്. ഒരു പയറിൻ്റെ ഷേപ്പാണ്, ഒരു ബീൻ ഷേപ്പിലായിരിക്കും ഈ കിഡ്നി എന്ന് പറയുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഐദർ സൈഡ് ആയിട്ടായിരിക്കും നമുക്ക് കിഡ്നി കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ 2 കിഡ്നീസ് ആണ് ഉണ്ടാവുക, അതായത് 1 പെയർ ഓഫ് കിഡ്നീസ് ആണ് ഉണ്ടാവുന്നത്. ഇത് ബീൻ ഷേപ്പിലാണ്. അതേപോലെ തന്നെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് 2 സൈഡുകളിലായിട്ടാണ് നമുക്ക് കിഡ്നി കാണാനായിട്ട് സാധിക്കുക. ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കേ, ഇതിൽ കിഡ്നിയുടെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. റീനൽ ആർട്ടറി, റീനൽ വെയിൻ, യുറേറ്റർ, അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ കിഡ്നിക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ കിഡ്നിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നിയാണ് നെഫ്രോൺസ്. ഓക്കെ. അപ്പം നെഫ്രോൺ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കിഡ്നിയുടെ ഓരോ അരിപ്പകളും അല്ലേ, നമ്മുടെ മാലിന്യങ്ങൾ അരിച്ചെടുക്കുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഓരോ അരിപ്പകളുമാണ് നെഫ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ. ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ് ആർ നെഫ്രോൺസ്. ഓക്കെ. അപ്പം നെഫ്രോണിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ എന്തൊക്കെയുണ്ട്? ബോമൻസ് ക്യാപ്സ്യൂൾ, ഗ്ലോമറുലസ്, ഓക്കെ, അതുപോലെ റീനൽ ട്യൂബ്യൂൾ ഉണ്ട്, കളക്റ്റിംഗ് ഡക്റ്റ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ അടങ്ങിയതാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 12 ലക്ഷത്തിലധികം ഓരോ കിഡ്നിയിലും നമുക്ക് നെഫ്രോൺസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ വേസ്റ്റുകൾ അരിച്ചെടുക്കുക, അതായത് മെയിൻ അരിപ്പ എന്ന് പറയുന്നത് ആരാണ്? ഈ നെഫ്രോൺസ് ആണ്. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഡോക്ടേഴ്സ്, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഡോക്ടേഴ്സ് നമ്മൾ പറയാറുണ്ട് നെഫ്രോളജിസ്റ്റ് എന്ന് പറയാറില്ലേ. മനസ്സിലായോ? അപ്പോൾ നെഫ്രോൺ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺ ആണ്. ഓക്കെ. ഇനി നെഫ്രോണിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലോമറുലസിലോട്ടാണ്, ബോമൻസ് ക്യാപ്സ്യൂളിലോട്ടാണ്. അതായത് ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കേ, ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതായത് അഫറൻ്റ് വെസൽ കാണുന്നുണ്ട്, ഇഫറൻ്റ് വെസൽ കാണുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലോട്ട് ഈ മാലിന്യം അടങ്ങിയിട്ടുള്ള, ഈ കിഡ്നിയിലോട്ട് ഈ മാലിന്യം അടങ്ങിയിട്ടുള്ള ഈ ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് അഫറൻ്റ് വെസൽ. ഓക്കെ. അപ്പോൾ ഇഫറൻ്റ് വെസൽ എന്തായിരിക്കും? ശരീരത്തിൽ മാലിന്യങ്ങൾ നീക്കിയിട്ടുള്ള ആ ബ്ലഡ് പുറത്തോട്ട് കൊണ്ടുപോകുന്നതാണ് ഇഫറൻ്റ് വെസലാണ്. ഓക്കെ. ഈ അഫറൻ്റ് വെസൽ എൻ്റർ ചെയ്യുന്നതാണ് ബോമൻസ് ക്യാപ്സ്യൂളിലോട്ട്. അതിൽ കുറച്ച് നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് കാണും. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഗ്ലോമറുലസ് എന്ന് വിളിക്കുക. ഓക്കെ. ഇനി ഗ്ലോമറുലസ് നേരെ താഴോട്ട് പോകുന്നത് നോക്കിക്കേ, ഈ ഒരു ചിത്രം നോക്കിയാൽ മനസ്സിലാവും അല്ലേ. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് കളക്റ്റിംഗ് ഡക്റ്റിലോട്ടാണ്. കളക്റ്റിംഗ് ഡക്റ്റിൽ അപ്പോൾ എന്തായിരിക്കും കളക്ട് ചെയ്യുക? നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് എങ്ങനെ പുറത്തോട്ട് പോകുന്നത്? യൂറിനിലൂടെയാണ് അല്ലേ. അപ്പോൾ ഈ യൂറിൻ എന്ന് പറയുന്നതാണ് കളക്റ്റിംഗ് ഡക്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കളക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ ബോമൻസ് ക്യാപ്സ്യൂളും നമ്മുടെ ഈ കളക്റ്റിംഗ് ഡക്റ്റും കൂടി കണക്ട് ചെയ്യുന്ന ആ ഒരു ലോങ് ട്യൂബ്യൂൾ കണ്ടോ, അതാണ് റീനൽ ട്യൂബ്യൂൾ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ എന്ന് പറയുന്നത്. ഇനി ഈ When kidneys fail, a life-saving treatment called hemodialysis becomes essential.